കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് വീണിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം വളരെയധികം വീക്കുമാണ്. വളരെയധികം ആൾക്കാർ പാനിക്കായി സെൽ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എസ്പെഷ്യലി ട്രംപിന്റെ വിജയത്തിന് ശേഷം, അതേപോലെ തന്നെ ഈ ടാരിഫ് പ്ലാൻസ് വന്നതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം എന്ത് വേണമെങ്കിലും സംഭവിക്കുക എന്ന് പേടിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. പല എക്സ്പേർട്സും പറയുന്നത് യു എസിലെ മേ ബി ഒരു റിസഷൻ വരാനുള്ള ചാൻസസ് പോലും വളരെയധികം കൂടുതലാണെന്നാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2022 ഇതേപോലെ തന്നെ യു എസിൽ റിസഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് ഓൾമോസ്റ്റ് 30% ഡൗൺ ആവുകയും ചെയ്തു. ഫെർദർ അതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ ഡിപ്പിൽ നിന്ന് മാത്രം മാർക്കറ്റ് ഏതാണ്ട് 100% മേലോട്ട് പോയിട്ടുള്ളത്. സോ ഇതുപോലുള്ള സമയങ്ങളിൽ മാർക്കറ്റ് ടൈം ചെയ്യുക, അതായത് റിസഷൻ വരുമോ, അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണോ, അണ്ടർ വാല്യൂഡ് ആണോ, മാർക്കറ്റ് മേലോട്ട് പോകുമല്ലോ, ബെയർ മാർക്കറ്റ് ആണോ, ഇതെല്ലാം കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരിക്കലും എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ ഇതൊക്കെ എങ്ങനെ ബെറ്ററായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ടാവുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. മാർക്കറ്റ് താഴോട്ട് വീഴുന്നതിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് കറക്ഷൻ, അതായത് ഒരു 10%, ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഒരു 10% താഴോട്ട് വീണു എന്നാണെങ്കിൽ നമുക്ക് അതിനെ കറക്ഷൻ എന്ന് പറയാൻ പറ്റും. മാർക്കറ്റിൽ കറക്ഷൻ നടക്കുന്നത് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സപ്പോസ് 10% പകരം ഒരു 20% വീഴുന്നതെന്നാണെങ്കിൽ നമ്മൾ അതിനെ ക്രാഷ് എന്ന് പറയും. അതായത് ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഒരു 20% താഴോട്ട് വീണോ, അതിനെയാണ് നമ്മൾ ടെക്നിക്കലി മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. കറക്ഷൻസ് വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ ക്രാഷ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 2 to 3 years അല്ലെങ്കിൽ 3 to 4 years ഇടയിലാണ് ഓരോ സമയത്തും മാർക്കറ്റിൽ നടക്കുന്നത്. പല എക്സ്പേർട്സും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേ ബി ഇനിയൊരു റിസഷനിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ക്രാഷ് ആവും, പല ഇൻവെസ്റ്റേഴ്സിനെയും പൈസ ഒരുപാട് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കേണ്ടത് എന്താണ് റിസഷൻ എന്നാണ്. സോ റിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP കൊടുക്കുന്ന റിസൾട്ട്സ്, എല്ലാ ക്വാർട്ടറിലും GDP റിസൾട്ട്സ് വരും. 2 ക്വാർട്ടർ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് റിസൾട്ട്സ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അതിനെ റിസഷൻ എന്ന് പറയുന്നത്. അതായത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അവിടെ നടക്കുന്ന എല്ലാ ഗുഡ്സിനെയും സർവീസിനെയും മോണിറ്റർ ചെയ്യുന്ന ഒരു വാല്യൂ, അത് 2 ക്വാർട്ടർ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ടെക്നിക്കലി നമ്മൾ റിസഷൻ സ്റ്റേജിലേക്ക് പോയി എന്ന് പറയും. സോ സപ്പോസ് GDP വരുന്ന റിസൾട്ട്സ് ബെറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ബെറ്റർ ആണെന്നാണെങ്കിൽ ഏത് രാജ്യമാണെങ്കിലും അവിടെ എക്കോണമീസ് ബെറ്റർ ആയി എന്നാണ് അർത്ഥം. സോ എക്കോണമി ബെറ്റർ ആയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാ കമ്പനീസും നല്ല രീതിയിൽ എക്സ്പാൻഡ് ആവും. അങ്ങനെ കമ്പനീസ് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ജോബ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് സ്പെൻഡിങ് നടക്കും. അത് എക്കോണമിക്ക് ബെറ്റർ ആണ്. സപ്പോസ് ഒരു ഫ്ലിപ്പ് സൈഡ് ആയിട്ട് ഇപ്പോൾ GDPയുടെ റിസൾട്ട് മോശമാണ്, നെഗറ്റീവ് ആയിട്ട് വരികയാണെന്നാണെങ്കിൽ അതിനർത്ഥം അവിടെ കമ്പനീസ് ഒന്നും എക്സ്പാൻഡ് ആവുന്നില്ല. കമ്പനീസ് എക്സ്പാൻഡ് ആവുന്നില്ല എന്നാണെങ്കിൽ അവർ മാൻ പവറിന് കൊടുക്കുന്ന വാല്യൂ കുറവായിരിക്കും. അപ്പോൾ പല ആൾക്കാരുടെയും ജോബ് പോവും, സ്പെൻഡിങ്, അതായത് പൈസ ചെലവിടുന്നതും പല ആൾക്കാരും കുറച്ചുകൊണ്ടിരിക്കും. സോ അത് ഓബ്വിയസ്ലി റിസഷനിലേക്ക് വരും. പക്ഷേ മാർക്കറ്റ് കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി റിസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് നമ്മളിത് ഡിറൈവ് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിസഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ഇതെല്ലാം ഓൾറെഡി റിയാക്ട് ചെയ്തിട്ട് പോലും ഉണ്ടാവും. ഇത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു 5 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 5 ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് റിസഷൻ നടക്കാനുള്ള ചാൻസസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഫോളിംഗ് ഏണിങ്സ്, രണ്ടാമത്തത് റൈസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്, മൂന്നാമത്തത് ഇൻഫ്ലേഷൻ, നാലാമത്തത് വീക്ക് ജോബ് നമ്പർ ആൻഡ് അഞ്ചാമത്തത് ഗ്ലോബൽ പൊളിറ്റിക്കൽ ടെൻഷൻ. അതായത് എല്ലാ ക്വാർട്ടറിലും ഓരോ കമ്പനീസും അവരുടെ റിസൾട്ട് കൊടുക്കും, ക്വാർട്ടറിൽ റിസൾട്ട് കൊടുക്കും. അങ്ങനെ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു കമ്പനിയുടെ റിസൾട്ട് മോശമാണെന്നാണെങ്കിൽ അവർ കുറച്ചും കൂടി ബെറ്റർ റിട്ടേൺസ് കിട്ടാൻ വേണ്ടി മേ ബി ഓൾറെഡി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസിനെ മേ ബി അവർ റിമൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒരു കമ്പനിയുടെ റിസൾട്ട് മോശമാണെന്നാണെങ്കിൽ മേ ബി അവിടെ ജോബ് നമ്പറിനെ ബാധിക്കാം, ഒരുപാട് ആൾക്കാർക്ക് ജോബ് ഇല്ലാതാവാം, ഇൻഫ്ലേഷൻ മേ ബി വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ മേ ബി ഇപ്പോൾ നമ്മൾ പോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടാരിഫ് പ്ലാൻസ് മേ ബി ഒരു ട്രേഡ് വാറിലേക്ക് പോകും, എന്തുവേണ്ടി നടക്കാം. സോ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ ഒരു ചെറിയ സിംറ്റംസ് ആണ് മേ ബി അവിടെ റിസഷൻ വരാനുള്ള ചാൻസസും കുറച്ച് കൂടുതലാണ് എന്ന്. ഇതിനെയാണ് നമ്മളൊരു മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ഒരിക്കലും നമുക്ക് ലാഭം തരാൻ വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. അങ്ങനെയാണെന്ന് പല ആൾക്കാരും വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവരെ കൊണ്ട് മാർക്കറ്റിൽ നിന്ന് നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റാത്തത്. മാർക്കറ്റ് ആകുമ്പോൾ ഓവർ വാല്യൂഡ് ആയിരിക്കും, മേലോട്ട് പോവും, താഴോട്ട് വരും, മേ ബി ഇത് കറക്ഷൻ ആവാം, മേ ബി ക്രാഷ് ആവാം. പക്ഷേ ഇതെല്ലാം മാർക്കറ്റിന്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഗെയിമാണ്. നമ്മളിത് ഇങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ലോങ് ടേമിലേക്ക് ടാർഗറ്റ് ചെയ്യുകയാണെന്നാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. വിത്ത് നമ്പേഴ്സ് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും ആൾക്കാർ SIP ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്തത് വളരെയധികം ഹയർ നമ്പറാണ്. കാരണം മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ ഇവിടെ വിശ്വാസം മാർക്കറ്റ് മേ ബി ഇനിയും ഫെർദർ താഴോട്ട് വീഴും, എൻ്റെ പൈസ നഷ്ടപ്പെടുന്ന പേടിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് നോളജ് ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി അവർ അവിടെ എല്ലാം പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മേ ബി ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ട് മാർക്കറ്റ് ഫെർദർ ഒരു 5% 10% കൂടി വീഴുകയാണെങ്കിൽ മേ ബി ഡിസ്കണ്ടിന്യൂ ചെയ്ത ആൾക്കാരെല്ലാം വേഗം അവിടെ നിന്ന് പൈസ എടുത്ത് കുറച്ചും കൂടി സേഫ് ആവാൻ നോക്കും. പക്ഷെ നിങ്ങളൊരു നല്ല ഇൻവെസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു പ്യുവർ ആയിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെന്നാണെങ്കിൽ ആ പോയിന്റിലേക്ക് നിങ്ങൾ ഫെർദർ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് നിങ്ങൾ നിങ്ങളുടെ SIP ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്ന റിട്ടേൺസ് അത്രത്തോളം വലുതായിരിക്കും.
സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലായി ആരെ കൊണ്ടും മാർക്കറ്റ് പ്രോപ്പറായി ടൈം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ക്രാഷ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ സപ്പോസ് ഒരു മാർക്കറ്റ് കറക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസും ബാധിക്കാൻ പോകുന്നത്. സോ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യുക. അതല്ലാതെ മാർക്കറ്റ് ഡൗൺ ആണ് അപ്പോൾ ഈ മാസങ്ങളിൽ ചെയ്യാതിരിക്കാൻ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ അവിടെ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ക്രാഷ് ആണെങ്കിലും കറക്ഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ പൈസ ഓട്ടോമാറ്റിക്കലി ആവറേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്തതിന് പോവുക. സോ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു SIP ഇൻവെസ്റ്ററിനെ പോലെ വെറുതെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ക്രാഷും കറക്ഷനൊക്കെ വരുമ്പോൾ ഇൻവെസ്റ്റിംഗ് ചെയ്യാതെ പേടിച്ചുകൊണ്ട് പൈസ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഒരു പ്യൂർലി ഒരു ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എന്ന രീതിയിൽ തന്നെ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എല്ലാ മാസവും കണ്ടിന്യൂസ് ആയി SIP ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോങ് ടേമിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്നത്. അപ്പോൾ പ്യൂർലി ഒരു ഇന്റലിജന്റ് ഇൻവെസ്റ്ററായി ചിന്തിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ സ്റ്റെപ്സും എടുക്കുക. സോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്